15-ാം ദിവസം, അതാണ് പ്രധാനം. 15-ാം ദിവസം ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നു ആ ഭീകരാക്രമണത്തിന് മറുപടി എന്നോണം. പഹൽഗാമിൽ ഇന്ത്യക്ക് പാവപ്പെട്ടവരുടെ ചോര വീണതിന്റെ സങ്കടമുണ്ടെങ്കിൽ ഇന്ന് ഭീകരർ അതേ അർത്ഥത്തിൽ തിരിച്ചടി നേരിട്ട ദിവസമാണ് എന്നുള്ളത് ഏറ്റവും അഭിമാനത്തോട് നോക്കാം. 9 ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കുന്നു. ഏറ്റവും വ്യക്തമായി പറയേണ്ടത്, ഒരു തരത്തിലും സാധാരണക്കാരെ ആക്രമിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു ഇന്ത്യ. ഒരു തരത്തിലും സാധാരണക്കാരെ ആക്രമിച്ചിട്ടില്ല. നമുക്ക് കാണാൻ ദൃശ്യങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ കൃത്യമായി കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യ അന്തം ഏറ്റവും തുടക്കത്തിൽ ആക്രമണം തുടങ്ങുന്നത് മുതൽ തന്നെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അത് സംയുക്തമായിട്ടുള്ള ആക്രമണമാണ്. കര, വ്യോമ, നാവിക സേനകൾ സംയുക്തമായി ഇത്തരത്തിൽ ആക്രമണം നടത്തുമ്പോൾ 17 ഭീകരെ കൊന്നുവെങ്കിൽ, വധിച്ചുവെങ്കിൽ അത് ഇന്ത്യയുടെ മറുപടിയാണ്. ആ മറുപടി വളരെ കൃത്യമാണ്, അത് സുവ്യക്തമാണ്. 15-ാം ദിനത്തിൽ ഇന്ത്യ മറുപടി നൽകിയിരിക്കുന്നു. ഭീകരാക്രമണത്തിന് പെഹൽഗാമിൽ ഇന്ത്യക്ക് നഷ്ടമായ ആ പാവപ്പെട്ട ജീവനുകൾക്ക് കൃത്യമായ മറുപടി എന്നോണം. ശ്രീജ, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ രാത്രി അത് ഒരുപക്ഷെ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും അത് ഈ പറയുന്ന സമയത്താണോ എന്ന്. വളരെ പ്ലാൻഡ് ആയിട്ട്, വളരെ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത സംഭവം. അതിൽ പ്രധാനമന്ത്രി, അതിനേക്കാൾ ഉപരി പ്രധാനമന്ത്രി കൂടി ചേർന്ന് നടത്തിയ ചർച്ചകൾ, അജിത് ഡോവൽ നിർണായകമായിട്ടുള്ള സ്വാധീനം, ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും. ഈ ദിവസങ്ങളിൽ നമ്മൾ കരുതിയിരുന്നതാണ് എന്താണ് ഇന്ത്യ മടിക്കുന്നത്, വൈകുന്നത് എന്ന്. അതിനൊക്കെയുള്ള മറുപടിയാണ് ഈ ദിവസത്തിൽ ഇന്ത്യ നൽകുന്നത്. 17 ഭീകരരെ വധിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഭീകര കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ടുള്ള ഒരു മുന്നേറ്റം ഇന്ത്യ നടത്തുന്നു. നമ്മൾ കാത്തിരിക്കുന്നത് 10 മണിക്കുള്ള ആ വിശദീകരണത്തിനായിട്ടാണ്. തീർച്ചയായും 1:44 അങ്ങനെ ഒരു മറുപടി, അങ്ങനെ ഒരു ഇന്ത്യ മറുപടി നൽകിയെന്ന വിവരം വന്നപ്പോൾ മുതൽ രാജ്യം മുഴുവൻ അലേർട്ടാണ്. രാജ്യം മാത്രമല്ല, ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് നോക്കുകയായിരുന്നു. ഇന്ത്യ ആദ്യം ചെയ്ത കാര്യം ഏറ്റവും ശ്രദ്ധേയമാണ്. അമേരിക്കയെ വിവരം അറിയിച്ചു. അല്ലെങ്കിൽ ആരൊക്കെയാണോ ഇന്ത്യക്കൊപ്പം ഈ സമയത്ത് കൂടെ നിൽക്കുന്നത് അവരോടൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മറുപടി നൽകിയിരിക്കുന്നു എന്ന കൃത്യമായ അറിയിപ്പോടുകൂടി തന്നെയാണ് ഇത് നടത്തിയിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, 15 കിലോമീറ്റർ നീളമുള്ള ഒരു ബൈസരൻ വാലി അല്ലെങ്കിൽ പഹൽഗാം 15 കിലോമീറ്റർ ആണെങ്കിൽ 1500 കിലോമീറ്റർ വരുന്ന അതിർത്തിയിലേക്കാണ്. ആ അതിർത്തി മുഴുവൻ ആശങ്കയിലാക്കുന്ന തരത്തിലാണ് ഇന്ത്യ മറുപടി നൽകിയത്. ഈ 15 ദിവസവും നമ്മൾ ചോദിച്ചതായിരുന്നു, എപ്പോൾ, എവിടെ, എങ്ങനെ. അതിൽ മാത്രമേ സംശയമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു മറുപടി ഉറപ്പായിരുന്നു. ആ മറുപടിക്ക് വേണ്ട ഒരുക്കങ്ങളായിരുന്നു ഇത്രയും ദിവസം നടന്നത്. അജിത് ഡോവലിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ, അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലായിരുന്നു കാര്യങ്ങൾ നടന്നത്. വളരെ ചെറിയ ഒരു ടീം മാത്രമാണ് കാര്യങ്ങൾ അറിഞ്ഞത്. ആ ടീം കൃത്യമായി പ്രധാനമന്ത്രിയെ വിവരങ്ങൾ ധരിപ്പിച്ചു. പ്രധാനമന്ത്രി ആ സമയത്ത് മുഴുവൻ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. അജിത് ഡോവലുമായുള്ള കൃത്യമായ ആശയവിനിമയത്തിനൊടുവിൽ 1:44 എന്ന സമയമാണ് പ്രതിരോധ വിഭാഗം നമ്മളെ അറിയിക്കുന്നത്. ഇന്ന് 10 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുമ്പോഴായിരിക്കും ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ പോലും ശ്രദ്ധിക്കേണ്ട കാര്യം, ബാലാകോട്ടിലെ ആക്രമണത്തിന് നമ്മൾ മറുപടി കൊടുത്തത് പുലർച്ചെയായിരുന്നു. ഇത് അർദ്ധരാത്രി, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്. പക്ഷേ പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു, അത് നമുക്ക് മനസ്സിലായതാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുന്നുണ്ട്, ആവർത്തിച്ച് ഇന്ത്യയുടെ ആക്രമണം ഏത് സമയത്ത് പ്രതീക്ഷിക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതാണ്. അതായത് വളരെ കൃത്യമായ നയതന്ത്ര നീക്കങ്ങൾ ഇന്ത്യ നടത്തിയിരുന്നു. പാകിസ്ഥാനെ ലോകത്തിൽ ഇന്ത്യ ഒറ്റപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വൈകിട്ടാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഇന്ത്യ ആക്രമിച്ചാൽ അത് ലോകരാജ്യങ്ങളുടെ തന്നെ അവസാനമായിരിക്കും എന്നുള്ള പ്രകോപനപരമുള്ള പ്രസ്താവന നടത്തിയത്. അതിനുശേഷമാണ് ഇന്ത്യയുടെ ഈ ആക്രമണം എന്നുള്ളത് ശ്രദ്ധേയമാണ്. മാത്രമല്ല, ഇതിനിടയിലും ഇന്ത്യ വളരെ ടാക്ടിക്കലായ കാര്യങ്ങൾ നീങ്ങി. അതായത് ഇന്ന് രാജസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യയുടെ വ്യോമ അഭ്യാസം ഉണ്ടാകും. അതിൽ റഫാൽ, സുഖോയ് വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള മുൻനിര ഫ്ലൈറ്റുകളെ അണിനിരത്തിക്കൊണ്ടുള്ള വ്യോമാഭ്യാസം. അതെവിടെയാണ്? പാകിസ്ഥാന്റെ അതിർത്തിയോട് ചേർന്ന്. അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ടാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയ ശേഷം അതിവിദഗ്ധമായി രാത്രി തന്നെ ആക്രമണം നടത്തുന്നു. അതിനേക്കാൾ ഉപരി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു തൊട്ടു മുമ്പ് ഒരു വിദഗ്ധനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു യുദ്ധസമാന സാഹചര്യമല്ല എങ്കിൽ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത്. ഏറ്റവും വലിയ ആക്രമണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ ഇതുവരെയും പാക് അധീന കശ്മീരിലാണ് കൂടുതൽ തവണ ഭീകരരെ നേരിട്ടിട്ടുള്ളത്. 71 ശേഷം ഇന്ത്യ അപ്പുറത്തേക്ക് കടന്നൊരാക്രമണം നടത്തിയിട്ടേയില്ല. സർജിക്കൽ സ്ട്രൈക്കിന്റെ സമയത്താണെങ്കിൽ പോലും POK-യിലാണ് ഇന്ത്യ കൃത്യമായി ആക്രമണം നടത്തി ആ പാകിസ്ഥാന്റെ അധീനതയിലുള്ള കശ്മീരിലുള്ള ഭീകര താവളങ്ങൾ ലക്ഷ്യമിട്ടതെങ്കിൽ ഈ തവണ ആക്രമണം നടന്നത് പാകിസ്ഥാന്റെ
പഞ്ചാബ് പ്രവിശ്യയിലാണ്. പഞ്ചാബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? പാകിസ്ഥാന്റെ മുഴുവൻ നേതാക്കളും വരുന്നത് പഞ്ചാബിൽ നിന്നാണ്. അവരുടെ ഹൃദയമാണ്. ആ ഹൃദയത്തിലേക്ക്, അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള ആ ഹൃദയത്തിലേക്കാണ് തൊടുത്ത് വിട്ടത് ഇന്ത്യയുടെ ശക്തിയേറിയ മിസൈലുകൾ. ഇന്ത്യയുടെ ശക്തിയേറിയ സൈനിക സംവിധാനം മുഴുവൻ അങ്ങോട്ട് പോയി ആക്രമിച്ച് കളിക്കരുത് എന്ന് ഇന്ത്യ പറഞ്ഞതാണ്. സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തുള്ള ആക്രമണം ഉണ്ടാകും, മറുപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതാണ്. അതേ തരത്തിൽ തന്നെ പഞ്ചാബിലേക്ക് കയറി. ബഹാവൽപൂർ, എന്താണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത? അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം. ജെയ്ഷെ മുഹമ്മദ് അവിടെയാണ് നഴ്സറി പോലെ ഭീകരവാദികളെ വിരിയിച്ചെടുക്കുന്നത്. ആ ഹൃദയത്തിലേക്ക് ചെന്ന് മുറിപ്പെടുത്തിയിരിക്കുന്നു, തകർത്തിരിക്കുന്നു. അത് ചെറിയൊരു കാര്യമല്ല. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ കൃത്യമായി ഭീകരവാദത്തെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് മിസൈൽ ഉതിർത്തത്. ഉറപ്പായിട്ടും ജമ്മു കാശ്മീരിൽ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ജനങ്ങൾ ഇപ്പോൾ അവിടെ ആർപ്പ് വിളിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ ജനങ്ങൾ പറയുന്നത് ഇന്ത്യൻ ആർമിക്ക് ജയിന്നാണ്. ഒരുപക്ഷെ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്ത്യൻ ആർമി നേരിട്ട പ്രതിസന്ധി അവിടുത്തെ ലോക്കൽ സപ്പോർട്ടായിരുന്നു. ഇത്തവണ കൃത്യമായും ജമ്മു കാശ്മീരിലെ എല്ലാ ജനങ്ങളുടെയും സപ്പോർട്ട് നേടിക്കൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രിതമായി തന്നെ ഒരു മറുപടി നൽകുന്നു. അത് 15 ദിവസത്തെ താമസം മാത്രം ഒരു ഭീകരാക്രമണത്തിന് നമുക്ക് നഷ്ടമായ ജീവനുകളുടെ വില അതെന്താണ് എന്നുള്ളത് ഭീകരവാദികൾക്ക് മറുപടിയായി നൽകുകയാണ് ഈ ആക്രമണത്തിലൂടെ. അത് കൃത്യമായി അത് കരസേനയും നാവികസേനയും വ്യോമസേനയും ചേർന്ന് ഒരുപക്ഷെ ഒരു 3 ഡയമെൻഷനിലുള്ള ആക്രമണം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഒരു തരത്തിലും പാകിസ്ഥാനോ അല്ലെങ്കിൽ ഭീകരവാദികൾക്കോ പ്രതീക്ഷിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള ഒരു ഗ്രാവിറ്റിയിൽ ആ ആക്രമണം വന്നപ്പോൾ പകച്ചുപോയി, വിറച്ചുപോയി എന്ന് പറയണം. ഒരു തരത്തിലും അതിനെ നേരിടാനുള്ള കെൽപ്പോ ശേഷിയോ ആ ഭീകരവാദികൾക്കോ അല്ലെങ്കിൽ ആ ശത്രു രാജ്യത്തിനോ ഇല്ലാതായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു തരത്തിലും ഒരു സൂചന പോലും നൽകാതെ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആക്രമണം ഈ രാത്രിയിൽ ഉണ്ടാകുമെന്നുള്ള സൂചന നൽകാതെയുള്ള ഇന്ത്യയുടെ ആക്രമണം അത് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിയായിരുന്നു. അതേ സമയത്ത് തന്നെ ഈ നയതന്ത്രമായിട്ട് നീക്കമെന്നാൽ അത് ഇന്ത്യ കൃത്യമായി UAE അറിയിച്ചു, USA അറിയിച്ചു. ഒപ്പം ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ പഹൽഗാം ആക്രമണത്തെ അപലപിച്ചതിന് തൊട്ടു പിന്നാലെ, പാകിസ്ഥാൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടതിന് പിന്നാലെ ഇന്ത്യ നയതന്ത്രമായിട്ടുള്ള വളരെ നിർണായകമായിട്ടുള്ള ഒരു നീക്കമെടുക്കുകയാണ്. ഇന്ത്യ കൃത്യമായ ഭീകര കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട്, ഭീകര കേന്ദ്രങ്ങളെ നാമാവശേഷമാക്കിക്കൊണ്ട്, അത് അജിത് ഡോവലിന്റെ നേതൃത്വമാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തിൽ തന്നെ വളരെ കൃത്യമായി രാത്രിയിലുടനീളം അതിന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ ആ ഭീകര കേന്ദ്രങ്ങളെ തകർത്തുകൊണ്ട് ഇന്ത്യ മറുപടി നൽകുന്നു, ചുട്ട മറുപടി. ഇപ്പോൾ പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ജോസഫ് ആന്റണി നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ ജോസഫ് ആന്റണി, കഴിഞ്ഞ 15 ദിവസങ്ങളിൽ നമ്മളേവരും കരുതിയിരുന്നത് ഒരാക്രമണം ഉണ്ടാകും, പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പ്, ഒരു സാധാരണ സിവിലിയനായ മാധ്യമ പ്രവർത്തകരായ നമുക്കൊക്കെയും ഉറപ്പായിരുന്നു. പക്ഷെ അത് എങ്ങനെയായിരിക്കും എന്നറിയില്ല. ആ ആക്രമണം നടത്തുമ്പോൾ അത് അതിന്റെ പൂർണ്ണമായ ശക്തിയിലായിരിക്കണം. പാകിസ്ഥാൻ ഇങ്ങനെയൊരു ഭീരുത്വത്തിന് മുതിർന്ന പാകിസ്ഥാൻ മറുപടി നൽകുന്ന വിധത്തിലായിരിക്കണമെന്ന് ഓരോ ഇന്ത്യനും ആഗ്രഹിച്ചിരുന്നു. ഈ ആക്രമണം എത്രത്തോളം അതിന് ഉചിതമായ ഒന്നാണ്? അല്ല, നമ്മൾ കഴിഞ്ഞ 2 സംഭവങ്ങളിൽ നിന്ന്, അതായത് ഉറി ആക്രമണവും നമ്മൾ പുൽവാമ ആക്രമണത്തിൽ നിന്നും കുറച്ചുകൂടി പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തവണ നമ്മൾ അവർക്ക് നല്ല തിരിച്ചടി നൽകിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ കഴിഞ്ഞ 2 തവണയും ഈ ആക്രമണം ഉണ്ടായത്, അത് ഉറി ആക്രമണത്തിന് ശേഷം 10 ദിവസം കഴിഞ്ഞ് ആക്രമിച്ചു, പുൽവാമ ആക്രമണത്തിന് ശേഷം 12 ദിവസം കഴിഞ്ഞ് ആക്രമിച്ചു, ഇപ്പോ ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം 14 ദിവസം കഴിഞ്ഞ് 15ാമത്തെ ദിവസമാണ് നമ്മൾ ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തിന്റെ എല്ലാം പ്രത്യേകത എന്താണ്? നമ്മൾ ഇത്തവണ നമ്മുടെ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ പ്രധാനപ്പെട്ട ഈ ഭീകര കേന്ദ്രങ്ങളായിട്ടുള്ള ബഹവൽപൂരിലും മുരിദ്കയിലും ഒക്കെ, അതായത് ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തൈബയുടെയും ഒക്കെ കേന്ദ്രങ്ങളെ തകർക്കുന്ന തരത്തിലുള്ള വളരെ പ്രിസിഷൻ അറ്റാക്കാണ് നടത്തിയിരിക്കുന്നത്. എന്ന് പറയാൻ അതിനുള്ള തയ്യാറെടുപ്പ് നമ്മൾ 2 തരത്തിൽ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. ഒന്ന്, സൈനികമായ കൃത്യമായ തയ്യാറെടുപ്പുകൾ. നമ്മൾ അത് കൃത്യമായി പറയുകയും ചെയ്തിരുന്നു, ഞങ്ങൾ ഈ ആക്രമണം നടത്തിയവരെയും അതിന് പിന്തുണ നൽകിയവരെയും ഞങ്ങൾ എവിടെ ഇരുന്നാലും എവിടെയാണെങ്കിലും ഞങ്ങൾ ആക്രമിക്കുമെന്നുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തിരുന്നു. അത് നമ്മൾ നടപ്പിലാക്കിയിരുന്നു. രണ്ടാമത്, നമ്മൾ അതോടൊപ്പം തന്നെ നമ്മൾ നടത്തുന്ന ആക്രമണങ്ങൾ എന്തുകൊണ്ട് ആക്രമണം നടത്തുന്നു എന്ന് ലോക മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള എഫേർട്ട് പ്രധാനമന്ത്രി മുതൽ വിദേശകാര്യ സെക്രട്ടറി വരെയുള്ള ആളുകൾ കൃത്യമായി നടത്തിയിരുന്നു. അത് ഐക്യരാഷ്ട്ര സംഘടനയിൽ ആ രാജ്യത്തെ തെമ്മാടി രാഷ്ട്രമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടത്തി. അതുകൊണ്ട് തന്നെ ആ തെമ്മാടി രാഷ്ട്രമാണ് ഇത്
പിന്നെ വളരെ മനുഷ്യത്വരഹിതമായ ആക്രമണം, മനുഷ്യരെ മതം തിരിച്ച് മാറ്റി നിർത്തി ബന്ധുക്കളുടെ മുമ്പിൽ വെച്ച് പോയിന്റ് ബ്ലാങ്കിൽ ക്രൂരമായി കൊല്ലുന്ന സംഭവം, അതോടൊപ്പം ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആണവായുധം ആക്രമണം നടത്തുമെന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും മനുഷ്യത്വ വിരുദ്ധവും ലോക സമാധാനത്തെ അപകടപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു ഭീകര രാഷ്ട്രത്തിന്റെ, ഒരു തെമ്മാടി രാഷ്ട്രത്തിന്റെ നടപടിയായിട്ടാണ് ലോകം കണ്ടത് എന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിൽ അംഗം, ഇപ്പൊ താൽക്കാലിക അംഗമായിരിക്കുന്ന പാകിസ്ഥാൻ അവരുടെ ആവശ്യപ്രകാരം വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ എല്ലാ രാജ്യങ്ങളും ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ: നിങ്ങൾ ആണവായുധ യുദ്ധം നടത്താനാണോ ഉദ്ദേശിക്കുന്നത് എന്ന ഒരു ചോദ്യം. 2, പാകിസ്ഥാന്റെ പിന്തുണയോടെ അല്ലേ ഈ കാശ്മീരിൽ കടന്നു കയറി നിരപരാധികളായിട്ടുള്ള 26 ആളുകളെ, അതിൽ 25 പേരെ മതം പറഞ്ഞിട്ട് നിങ്ങൾ കൊന്നില്ലേ എന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സംഭവത്തിന് ശേഷം, പഹൽഗാം ആക്രമണത്തിന് ശേഷം ലോകത്തോട് നമ്മൾ വിളിച്ചു പറഞ്ഞു, ഇത് പാകിസ്ഥാൻ എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രത്തിന്റെ നടപടിയാണ്, ഇതിന് ശക്തമായ തിരിച്ചടി നൽകണം. അവരെ അന്തർദേശീയ തലത്തിൽ ഇത് പാകിസ്ഥാൻ ഭീകരതയുടെ തലസ്ഥാനമായി വീണ്ടും മാറിയിരിക്കുന്നു, അത് ലോക സമാധാനത്തിന് തന്നെ അപകടമാണ്, ഞങ്ങൾ എന്തായാലും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കും. അതുകൊണ്ടാണല്ലോ നമ്മുടെ മന്ത്രിസഭ പിന്നെ സുരക്ഷാ സമിതി ചേരുന്നു, അല്ലെങ്കിൽ സാമ്പത്തിക കാര്യ സമിതി ചേരുന്നു, രാഷ്ട്രീയകാര്യ സമിതി ചേരുന്നു, എന്നിട്ട് സൈനിക മേധാവികളെ എല്ലാം കൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി ചേർന്ന് പ്രധാനമന്ത്രി ചർച്ച നടത്തുന്നു. എന്നിട്ട് നമ്മുടെ സേനയിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിക്കുന്നു നമ്മളെന്ന് പറയുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് നമ്മൾ എന്ത് രീതി, ഏത് സമയം, എവിടെ എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം അവർക്ക് പൂർണ്ണമായും വിട്ടു നൽകുന്നു. അതോടൊപ്പം അവരെ സഹായിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 5 വർഷത്തിലേറെയായി നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന തയ്യാറെടുപ്പുകൾ, നമ്മൾ റഫേൽ വിമാനം നമ്മൾ സജ്ജീകരിക്കുന്നു, നമ്മൾ പുതിയ മിസൈലുകൾ പിന്നെ വാങ്ങിച്ചു വയ്ക്കുന്നു. ഇന്നലെ റഷ്യയിൽ നിന്ന് വരെ പുതിയ മിസൈലുകൾ നമുക്ക് കഴിഞ്ഞ ദിവസം എത്തി. അപ്പൊ നമ്മളിപ്പോ ഉപയോഗിച്ചിരിക്കുന്ന സ്കാൽപ്പ് പിന്നെ ഹാമർ മിസൈലുകൾ വളരെ പ്രിസിഷനായിട്ട്, അതായത് എവിടെ ചെന്ന് പതിക്കണമെന്ന് വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കി ചെന്ന് പതിക്കുകയും ചെന്ന് ഇടത്ത് വൻ നാശം വരുത്തുകയും ചെയ്യുന്ന മിസൈലുകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ റഫാൽ വിമാനങ്ങളിൽ നിന്നും മറ്റു വിമാനങ്ങളിൽ നിന്നൊക്കെ വളരെ കൃത്യമായി നമ്മൾ ഉദ്ദേശിച്ച 9 കേന്ദ്രങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏകദേശം 5 കേന്ദ്രങ്ങൾ പാകിസ്ഥാനും പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ 4 സ്ഥലങ്ങളിലും ആക്രമണം നടത്തിയതാണ്. അതായത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി യാതൊരു കാരണവശാലും അത് പാകിസ്ഥാന്റെ ഏത് ഭാഗത്താവട്ടെ അവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരായി നടത്തുന്ന ഭീകരാക്രമണങ്ങളെ നമ്മൾ അനുവദിക്കില്ല, നമ്മൾ വച്ചു പൊറുപ്പിക്കില്ല എന്നുള്ള നിർദ്ദേശമാണ്. അത് തന്നെ ഇത് ഞങ്ങൾ ഞങ്ങൾ ഈ സംഭവത്തിന് ശേഷം ഞങ്ങൾ നടത്തുന്ന ആദ്യത്തെ വാർണിംഗ് ആണ്. തെമ്മാടി രാഷ്ട്രം എന്ന ഐക്യരാഷ്ട്ര സഭയിൽ സൂചിപ്പിക്കാനുള്ള ആർജവം ഇന്ത്യ പ്രകടമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ലോകത്തിന് മുന്നിൽ ഇന്ത്യ കൃത്യമായി വെളിവാക്കുകയാണ്. ആ രാജ്യം അത് ഭീകരവാദികളെ എത്രമാത്രം പ്രോത്സാഹിപ്പിച്ചു, അതിനുള്ള മറുപടിയാണ് നൽകുന്നതെന്ന്. രാഹുൽ ഈശ്വർ കൂടി ചേരുന്നുണ്ട്. ശ്രീ ജോസഫ് ആന്റണി തുടരണം. ശ്രീ രാഹുൽ ഈശ്വർ, ഉടയ്ക്ക് സ്വാമി തേങ്ങ എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ 15 ദിവസത്തെ സമയത്തിനൊടുവിൽ അത് തച്ചുടച്ചത് ഭീകര കേന്ദ്രങ്ങളെ തകർക്കാൻ വേണ്ടിയാണ് ഈ താമസമെടുത്തത്. കൃത്യമായി അത് സാധാരണക്കാരെ മാറ്റി അവരെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഭീകരവാദികളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമിക്കുക എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ആക്രമണമല്ലേ ഈ സമയത്ത് ഇന്ത്യ നടത്തിയത്? രാഹുൽ, 100% ഒരു തീവ്രവാദി ആക്രമണത്തിന് എങ്ങനെ മറുപടി കൊടുക്കണമെന്ന് കൃത്യമായി ലോകത്തിന് മുമ്പിൽ വിവരിച്ചു കൊടുക്കുകയാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഏറ്റവും വലിയ മഹത്വം കൃത്യമായി തീവ്രവാദി ആക്രമണം അല്ലെങ്കിൽ കേന്ദ്രങ്ങളെ ആക്രമിച്ചു, ജോസഫ് ആന്റണി സാറ് പറഞ്ഞതുപോലെ, എന്നാൽ വളരെ റെസ്ട്രെയിൻറ്റോടുകൂടി തന്നെ പെരുമാറുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞത് ഇത് ഫേസ് 1 ആണ്. പാകിസ്ഥാന്റെ റിട്ടാലിയേഷനെ ബേസ് ചെയ്ത് ബാക്കിയുള്ള ഫേസുകളും വരും എന്ന ശക്തമായ നിലപാടും കൂടി നമുക്ക് പറയാൻ കഴിയും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ടെറർ കേന്ദ്രങ്ങളെ അതിശക്തമായി മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ സിവിലിയൻസിന് യാതൊരു ദോഷവും ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ പാകിസ്ഥാനല്ല, അതായത് നമ്മൾ പാകിസ്ഥാനെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ എക്സ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ പാകിസ്ഥാൻ അല്ല എന്ന് വ്യക്തമായ മെസ്സേജ് കൊടുത്ത് അവിടുത്തെ ഒരു സാധാരണക്കാരനെയോ ടൂറിസ്റ്റിനെയോ അവിടുത്തെ ഒരു പാവപ്പെട്ടവന്റെയോ മേളിൽ യാതൊരു രീതിയിലുമുള്ള ദോഷം വരുത്താതെ, എന്നാൽ പ്രിസിഷൻ സ്ട്രൈക്സ് എന്ന് നമ്മൾ പറയുന്ന അതിശക്തമായ രീതിയാണ്. 2, നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ അടക്കം സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ റെസ്ട്രെയിൻസ് അവിടെയും കാണാം. ഇത് നോൺ എസ്കലേറ്ററി ഇൻ നേച്ചർ ആണ് എന്ന് വരെ നമ്മൾ പറയുന്നുണ്ട്. അതായത് ഇത് എസ്കലേറ്റ് ചെയ്തൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാർ ആകണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. പക്ഷേ നമ്മുടെ 26-27 ഇന്ത്യക്കാർ മരിച്ചതാണ്. അതിന് തീർച്ചയായും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒഫൻസീവ് ഒരു വശത്ത്, പക്ഷേ ഒരു മിലിറ്ററി ഒഫൻസ് തീർച്ചയായിട്ടും വേണ്ടിവരും എന്നുള്ളത് സത്യമാണ്. ഇത് കാശ്മീരിനെ രക്ഷിക്കാനും കാശ്മീരി ജനതയെ കൂടെ രക്ഷിക്കാനാണ്. ഒരു കൗതുകം കൂടി പറയാം, ഇന്ത്യയിൽ ഒരിക്കൽ മാത്രമാണ് മഹാത്മാഗാന്ധി ആർമിയോട് എന്താ പറയുന്നത് യുദ്ധം വേണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ യുദ്ധത്തിന് നിങ്ങൾ സജ്ജരാവൂ എന്ന് പറയുന്നത്. 1947 സുദീപ്തോ സെന്നിനോട് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്, ലഫ്റ്റനന്റ് ജനറൽ ആയിരുന്നു അദ്ദേഹം. മഹാത്മാഗാന്ധി പറയുകയാണ്, വാറ് തെറ്റാണ്, പക്ഷേ
കാശ്മീരിന് വേണ്ടി നിങ്ങൾക്കത് ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗത്യന്തരമില്ലാതെ പാകിസ്ഥാന്റെ ഈ പ്രകോപനത്തിന്, അല്ലെങ്കിൽ പാകിസ്ഥാൻ സ്പോൺസേർഡ് നോൺ സ്റ്റേറ്റ് ടെറർ ആക്ടേഴ്സ്, അങ്ങനെയാണ് അവരെ പലപ്പോഴും വിളിക്കുക. പലപ്പോഴും പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യാന്നാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ നോൺ സ്റ്റേറ്റ് ടെറർ ആക്ടേഴ്സിനെ അതിശക്തമായ രീതിയിൽ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ ഒരുപക്ഷെ ഇതിനൊരു മറുപടി. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ട്വിറ്ററിലടക്കം അവർ കൃത്യമായി പറഞ്ഞിരിക്കുന്ന വാക്ക് റെസ്പോണ്ടിങ് അപ്രോപ്രിയേറ്റ്ലി ഇൻ എ കാലിബ്രേറ്റഡ് മാനർ. അതായത് നമ്മൾ നീതിയാണ് കൊടുക്കുന്നത്, പക്ഷെ വളരെ കാലിബ്രേറ്റഡ് ആയി, വളരെ പ്രിസൈസ് ആയി. ഈ ഓപ്പറേഷൻ സിന്ദൂർ വളരെ നല്ല പേരുമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ അവിടുത്തെ ഹിമാൻഷിയുടെ സിന്ദൂരം മാച്ച് കളഞ്ഞ, അതായത് ഹിമാൻഷി നർവാൾ എന്ന് പറയുന്ന നമ്മുടെ എല്ലാം വേദനയായി മാറിയ, കല്യാണം കഴിച്ച് 6-ാം ദിവസം വിധവയായ നമ്മുടെ നേവിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ സൈനികന്റെ ഭാര്യയുടെ ആ സിന്ദൂരം മാച്ച് കളഞ്ഞ ആ നടപടിക്ക് അതിശക്തമായ തിരിച്ചടിയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന വാക്കുപോലും വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് ഇന്ത്യ അതിശക്തമായ മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ഇന്ത്യയുടെ തന്നെ വിജയമാണ്, ഇന്ത്യൻ ആർമിയുടെ വിജയമാണ്, പ്രധാനമന്ത്രിയുടെ വിജയമാണ്, എല്ലാ പാർട്ടികളുടെയും വിജയമാണ്. കാര്യം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പ്രധാനമന്ത്രിക്ക് കലവറയില്ലാത്ത പിന്തുണ കൊടുക്കുകയും അദ്ദേഹം എന്ത് നിലപാടും നടപടി എടുത്താലും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്യുമെന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ ഒരു രാജ്യമെന്ന രീതിയിൽ ഇന്ത്യ ഒരുമിച്ച്, പ്രത്യേകിച്ച് ഒരു 99%, 1% അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഭിപ്രായ വ്യത്യാസം കാണാം, പക്ഷേ 99%ഉം ഇന്ത്യ ഒരുമിച്ച് പാകിസ്ഥാന് അതിശക്തമായ നിലപാട് നടപടിയും കൊടുക്കുകയാണ്. പാകിസ്ഥാന്റെ സ്റ്റേറ്റ്മെന്റും പ്രൈം മിനിസ്റ്ററുടെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, വളരെ വീക്കായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വി ഹാവ് എവറി റൈറ്റ് ടു റെസ്പോണ്ട് ഫോഴ്സ്ഫുള്ളി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വാർ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആക്ട് ഓഫ് വാർ ആണ് ഇന്ത്യ ചെയ്തതെന്ന്. ശരി, യുദ്ധപ്രഖ്യാപനത്തിലേക്കൊന്നും പോവും എന്ന് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ വ്യത്യസ്ത സ്ഥലങ്ങളിൽ, അതാണ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ അതിശക്തമായി തിരിച്ചടി കൊടുത്ത ഇന്ത്യൻ ആർമിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും. സല്യൂട്ട്. തീർച്ചയായും ശ്രീ ജോസഫ് ആന്റണി, ഇത്തവണ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കശ്മീർ എന്ന് പറയുന്ന ഒരു മേഖല തിരിച്ച് ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക്, ഈ രാജ്യത്തെ മറ്റ് ജനങ്ങളെ പോലെ സാധാരണ മട്ടിൽ ജീവിക്കാൻ തുടങ്ങിയ ഒരു സമയത്ത്, അവരുടെ ഏറ്റവും നല്ലൊരു സമയത്താണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തി ജനങ്ങളെ മുഴുവൻ ഭിന്നിപ്പിക്കാൻ തക്ക വിധത്തിൽ, അങ്ങനെ ഒരു ലക്ഷ്യം കൂടി അതിലുണ്ടായിരുന്നു, അങ്ങനെ ഒരു ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തിൽ ഇന്ത്യ ഒന്നിച്ചു നിന്നതും കശ്മീരിലെ ജനങ്ങൾ സാധാരണഗതിയിൽ നേരത്തെ എൽദോ പറഞ്ഞതുപോലെ തീവ്രവാദികൾക്ക് പിന്തുണ കൊടുത്ത്, അല്ലെങ്കിൽ തീവ്രവാദികളെ ഒളിച്ചിരിക്കാൻ സ്ഥലം കൊടുത്തിരുന്ന ഒരു സ്ഥലത്ത് അവർ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇവിടെ ഇത് പറ്റില്ല എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ ആർമിക്ക് നമ്മൾ തെരുവുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ANI പലയിടത്തെയും ദൃശ്യങ്ങൾ തരുന്നുണ്ട്. തെരുവുകളിൽ ഇറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നു. അതായത് ഈ ഒരു ആക്രമണം കശ്മീരികൾ അടക്കം ഈ രാജ്യത്തെ സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. അത് ഒരു കണ്ടില്ല ദൃശ്യങ്ങൾ, അതാണ് ഈ കാണുന്ന ആവേശം. അത് ഒരു പക്ഷേ ചെറുപ്പക്കാർ ശ്രദ്ധിക്കുക. അതെ, ഏത് തരത്തിലാണെങ്കിലും മറുപടിക്ക് കാത്തിരുന്നവർ അത് ഏത് തരത്തിലാണ് ആഘോഷിക്കുക എന്നുള്ളത്, അത് കൃത്യമായും ഭീകരവാദികളെ മാത്രം ലക്ഷ്യമിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഭിമാനിക്കേണ്ട കാര്യം കൂടി. നമ്മുടെ നാട്ടിൽ ജീവൻ വെടിഞ്ഞത് സാധാരണക്കാരാണ്. നമ്മൾ സാധാരണക്കാർ ലക്ഷ്യമിട്ടിട്ടില്ല, നമ്മൾ ലക്ഷ്യമിട്ടത് ഭീകരവാദികളെ മാത്രമാണ്. ഭീകര കേന്ദ്രങ്ങളെ മാത്രം, ഭീകരവാദികളെ മാത്രം. അങ്ങനെ ആക്രമണം നടത്താൻ അറിയാം ഇന്ത്യക്ക് എന്നൊരു സന്ദേശം അത് ഈ സമയത്ത് എത്രത്തോളം, നമ്മൾ ലോകത്ത് പലയിടത്തും യുദ്ധവും ആക്രമണവും ഒക്കെ കാണുമ്പോൾ സമാധാനമാണ് ഇന്ത്യയുടെ ലക്ഷ്യം എന്നുകൂടി പറഞ്ഞു വെക്കുന്നില്ലേ ഈ അറ്റാക്ക്? നമ്മുടെ ഇന്ത്യയുടെ ഒരു വിദേശ നയവും നമ്മുടെ പ്രതിരോധ നയവും നമ്മൾ നോക്കിയാൽ നമുക്ക് അറിയാം, നമ്മൾ ആരെയും അങ്ങോട്ട് കയറി ഇതുവരെ ആക്രമിച്ചിട്ടില്ല. അത് നമ്മുടെ ഒരു ചരിത്രമാണ്. അപ്പൊ നമ്മള് അങ്ങനെയുള്ള ഒരു ചരിത്രം പേറുന്ന ഒരു രാജ്യം എത്ര തവണയാണ് പാകിസ്ഥാന്റെ ആക്രമണത്തിന് വിധേയമായത്? പാകിസ്ഥാന്റെ ആക്രമണത്തിന് നമ്മൾ ഇതിനകം തന്നെ 4 തവണ വിധേയരായി കഴിഞ്ഞു. ഇത് 4 തവണയും പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയമോ അല്ലെങ്കിൽ അവർ പിന്തുടരുന്ന നമുക്കെതിരായിട്ടുള്ള ഇന്ത്യ വിരുദ്ധമായ നിലപാടിൽ നിന്നും ആരംഭിച്ച ആക്രമണങ്ങളാണ് അവയെല്ലാം. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു യുദ്ധരാഷ്ട്രമല്ല, നമ്മൾ ബുദ്ധന്റെയും മഹാത്മാഗാന്ധിയുടെയും ഒക്കെ ആദർശങ്ങൾ പിന്തുടരുന്ന ഒരു രാഷ്ട്രമാണ്. അങ്ങനെ ഒരു രാഷ്ട്രത്തിന് യുദ്ധം ചെയ്യാൻ പറ്റില്ല. എന്നാൽ നമ്മൾ ഇവിടെ കാണുന്നത് എന്താ? നമ്മൾ വി ആർ ഫോഴ്സ്ഡ് ടു അറ്റാക്ക്, വി ആർ ഫോഴ്സ്ഡ് ടു റെസ്പോണ്ട്. നമ്മൾ നിർബന്ധിക്കപ്പെടുകയാണ്. നമ്മൾ അങ്ങനെ നിർബന്ധിക്കപ്പെടുമ്പോൾ പോലും ഇപ്പോൾ പോലും നമ്മൾ പറയുന്നത് എന്താണ്? വി ആർ റെസ്പോണ്ടിങ് റെസ്പോൺസിബിളി. നമ്മൾ പ്രതികരിക്കുന്നത് ഉത്തരവാദിത്വത്തോടു കൂടിയിട്ടാണ്. അതായത് നമ്മൾ സിവിലിയന്മാരെ കൊല്ലാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ ലോകത്തിനും രാഷ്ട്രത്തിനും ആപൽക്കാരികളായിട്ടുള്ള ഭീകരന്മാരെയും അവരുടെ കേന്ദ്രങ്ങളെയുമാണ് നമ്മൾ ആക്രമിക്കുന്നത്. അത് ഈ ഭീകരതയോട് കാശ്മീർ വാസ്തവത്തിൽ വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. അഭൂതപൂർവമായി കാശ്മീരിലെ ജനങ്ങൾ ഭീകരതയോട് വിട പറഞ്ഞുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പങ്കെടുത്തുകൊണ്ട് അവര് ജനാധിപത്യ
ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് സമാധാനപൂർണമായ ജീവിതം ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അതിനെ തുടർന്ന് നമുക്കറിയാം വളരെ വളരെ ശക്തമായ രീതിയിൽ ടൂറിസം. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ടൂറിസത്തെ തിരഞ്ഞെടുത്തത്? ടൂറിസം എന്ന് പറയുന്നത് കാശ്മീർ നോർമാലിറ്റിയിലേക്ക്, സാധാരണഗതിയിലേക്ക് തിരിച്ചു വരുന്നു, അവിടുത്തെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുന്നു. അവരങ്ങനെ ജീവിതം മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഭീകരതയ്ക്ക് ഇടമില്ലാതാകും. കാശ്മീർ എന്ന് പറയുന്ന അജണ്ട പാകിസ്ഥാനിൽ തകർക്കപ്പെടും. ഇവിടെ സ്വതന്ത്രമായി ജനാധിപത്യപരമായി സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന ഒരു ഇടമാണ് നമ്മുടെ ജമ്മു കാശ്മീർ എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് വന്നാൽ അത് ആപത്താണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഒരു ജിഹാദി ജനറലിസ്റ്റായ അസിം മുനീർ ഈ ഭീകരതയ്ക്ക് വളം വെച്ചു കൊടുത്തുകൊണ്ട് ലഷ്കർ ഇ തൈബയുടെ TRF എന്ന് പറയുന്ന അവരുടെ ഒരു ചെറിയ സംഘത്തെ അയച്ചുകൊണ്ട് നമ്മുടെ സമാധാനം ഭഞ്ജിച്ചത്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അത് ആ ആക്രമണത്തെ പോലും നമ്മൾ എങ്ങനെയാ നേരിട്ടത്? ആ ആക്രമണത്തെ കാശ്മീരിന്റെ ചരിത്രത്തിലാദ്യമായി 30 വർഷത്തിലെ ഈ സംഘർഷങ്ങളുടെ ചരിത്രത്തിലാദ്യമായി അവിടുത്തെ ജനങ്ങൾ, ഹുറിയത്ത് ഉൾപ്പെടെ അവിടുത്തെ ജനങ്ങളും സംഘടനകളും പാർട്ടികളും ഗ്രൂപ്പുകളും എല്ലാം ഒരേപോലെ വന്ന് ഹർത്താൽ ആചരിക്കുകയും റാലികൾ നടത്തുകയും പ്രതികരിക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ പിന്തുണയോട് നടത്തിയ ഈ നൃശംസമായ ആക്രമണത്തോട് പ്രതികരിച്ചുകൊണ്ട്. അത് മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ ഇന്ത്യൻ ജനത ഒട്ടാകെ ഇത് തിരിച്ചടിക്കണം. അങ്ങനെ തിരിച്ചടിക്കുന്ന മാത്രമല്ല ആ ജനങ്ങളുടെ ഒരു ചിന്തയെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിലാണ് പ്രധാനമന്ത്രി പ്രഖ്യാപനം നടത്തിയത്. പ്രധാനമന്ത്രി പറഞ്ഞു, ഞങ്ങൾ ഇതിൽ വേദനിക്കുന്നു, ഞങ്ങൾക്ക് മുറിവേറ്റിട്ടുണ്ട്, ഞങ്ങളുടെ ജനതയെ ഭിന്നിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തെ ജനങ്ങൾ അംഗീകരിക്കില്ല, അവർ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ആക്രമണം നടത്തിയവരെയും ആ ആക്രമണത്തിന് പിന്തുണ നൽകിയവരെയും ഞങ്ങൾ ശിക്ഷിക്കും. അവർ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നാലും, അതാണ് ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നാലും ഈ അതിർത്തിയുടെ അടുത്ത് കിടക്കുന്ന കേന്ദ്രങ്ങൾ മാത്രമല്ല പാകിസ്ഥാന്റെ ഉള്ളിലോ അല്ലെങ്കിൽ പുറത്തോ ഇരിക്കുന്ന എവിടെയാണെങ്കിലും ഞങ്ങൾ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞു. ആ ആക്രമണം നടത്തിക്കൊണ്ട് അതിന് വേണ്ടിയിട്ട് കൃത്യമായ പദ്ധതികളാണ് നമ്മുടെ ഗവൺമെന്റ് ആവിഷ്കരിച്ചു കൊണ്ടുവന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള മന്ത്രിസഭാ സമിതികൾ കൂടുന്നു, വ്യത്യസ്തങ്ങളായിട്ടുള്ള സേനാ വിഭാഗങ്ങളുമായി ചർച്ച നടത്തുന്നു, നമ്മൾ പഠനം നടത്തുന്നു. അങ്ങനെ നമ്മൾ പഠനം നടത്തി ആരെ എവിടെയൊക്കെ ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അത് പാകിസ്ഥാന് കൃത്യമായി മനസ്സിലാവുകയും ചെയ്തു. കൃത്യമായ അടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഇതാ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട്, ആ ആണവായുധം ഞങ്ങൾ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുമെന്ന്. അത് അവർക്കൊരു ബൂമറാങ്ങായി, അവർക്കതൊരു തിരിച്ചടിയായി അന്തർദേശീയ തലത്തിൽ മാറുകയും ചെയ്തു. പാകിസ്ഥാന്റെ മന്ത്രിമാരുടെ വാക്കുകൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ശ്രീ ജോസഫ് ആന്റണി, ഒരു നിമിഷം തുടരുക. ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ കൂടി നമ്മുടെ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഇന്ദ്രബാലൻ, ഈ നമ്മൾ കാത്തിരുന്ന ഒരു നിമിഷം എന്നൊക്കെ ഇന്ത്യക്കാർക്ക് പറയേണ്ടി വരും. അത്രമാത്രം വൈകാരികമായി ഇന്ത്യ ഏറ്റെടുത്തതാണ് ഈ കാര്യം. അതിൽ ഒരു മറുപടി എന്നോണം അത് ഭീകരവാദികൾക്ക് നേരെയുള്ള ആക്രമണം മാത്രമാണ് എന്നുള്ളത് വ്യക്തമാകുമ്പോൾ കൂടുതൽ സന്തോഷം പകരുകയും ചെയ്യുന്നു. സാധാരണക്കാർക്ക് അതിൽ ആപത്തുണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പഹൽഗാം അറ്റാക്ക് നടന്ന ആ ദിവസം അന്ന് മേജർ ജനറൽ ഇന്ദ്രബാലൻ നമ്മുടെ ഫോണിൽ വന്നപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞിരുന്നു, ആരതിയുടെ ധൈര്യത്തെ പറ്റി അദ്ദേഹം സംസാരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ന് ആരതി പറയുന്നു ഇതിലും നല്ലൊരു മറുപടി കൊടുക്കാനില്ല. ആ 26 കുടുംബങ്ങൾക്ക് ഒരു ക്ലോഷർ, അത് ഈ രാജ്യത്തിന്റെ ഉത്തരവാദിത്വമായിരുന്നു അല്ലെ മേജർ? യെസ്, ഈ സ്ട്രൈക്ക് ഡെഫിനറ്റ്ലി ടെറർ അറ്റാക്കിൻ പെഹൽഗാമിന്റെ ഒരു മറുപടിയാണ്, ഒരു സ്ട്രോങ് മറുപടിയാണ്. നമ്മൾ അവരുടെ ടെറർ സൈറ്റ്സിനെയും ടെറർ ഇൻഫ്രാസ്ട്രക്ചറിനെയും നമ്മൾ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇന്ത്യ ഹാസ് ബീൻ വെരി കാലിബ്രേറ്റഡ്, വെരി കെയർഫുൾ നോട്ട് ടു എസ്കലേറ്റ്. കാരണം ഇന്ത്യ is not a war-mongering country. We believe in peace, but we want to destroy terror. അത് വെച്ചിട്ട് we have stuck using air missiles. ഇത് എയർ അറ്റാക്ക് അല്ല. നമ്മുടെ കുറെ TV ചാനൽ റിപ്പോർട്ട്സിന്റെ എയർ അറ്റാക്ക് ആണെന്ന്. ദിസ് ഈസ് നോട്ട് an air attack. എയർ അസെറ്റ്സിനെ ഉപയോഗിച്ചിട്ട് possibly we have used Mirage, possibly we have used some other aircrafts. അതിന്റെ ഉള്ള ബോംബ്സും മിസൈൽസും precision guided ബോംബ്സും മിസൈൽസും ഉപയോഗിച്ചിട്ട് stand off attack പറയുന്നതിന്. The stand off attack is from own side of Indian territory. I don't think our aircrafts have crossed the border. This has happened by stand off attack and precision attack. ഇന്ത്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആകാശത്ത് നിന്നുകൊണ്ട് തന്നെ വ്യോമസേനയുടെ ആക്രമണം, ഒപ്പം ഇന്ത്യൻ സമുദ്ര അതിർത്തിയിൽ നിന്നുകൊണ്ട് തന്നെ നാവികസേനയുടെ ആക്രമണം, ഇന്ത്യയുടെ കരയിൽ ഇന്ത്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് സൈന്യത്തിന്റെ ആക്രമണം, മൂന്നും ചേർന്നുകൊണ്ടുള്ള സംയുക്തമായിട്ടുള്ള ഒരു പദ്ധതി വളരെ ആസൂത്രിതമായി പരിഷ്കരിച്ച് നടപ്പാക്കിയെന്നല്ലേ? കറക്റ്റ്. ഇപ്പൊ പാകിസ്ഥാൻ അവരുടെ മിസൈൽ എന്താണ്? അവരുടെ മിസൈലാണ് ടെറർ. അവർക്ക് ടെക്നോളജി ഇല്ല. അവർക്ക് they are a nation which has gone rogue.
അവരുടെ മിസൈൽ നമുക്ക് ഒരു ടെറർ പോലെയാണ് ഉപയോഗിക്കുന്നത്. ദേ യൂസ് ടെററിസ്റ്റ് ടു സ്ട്രൈക്ക് ഇന്ത്യ സോയിൽ. അതേപോലെ ഇന്ത്യ ഇസ് നോട്ട് എ ടെററിസ്റ്റ് നേഷൻ. ഇന്ത്യ ഇസ് എ പീസ് ലവിംഗ് നേഷൻ. We are stuck using technology. We are stuck using what is our instrument of power. Adana, we have gone for precision-guided bombs and missiles. Nammude airspace nanu strike cheyidirukkanathu, but we have struck deep and hard on the heart of militancy, so that we are able to give a message. Sindoor parna sadhanam nammade pottu oru striyude pottine abhimanikya അതിന്റെ റിവെഞ്ച് എടുക്കുകയാണ് അതിന്റെ അർത്ഥം സിന്ദൂർ, ഓപ്പറേഷൻ സിന്ദൂർ. That is what we have done by striking from in Bhagalpur, also in area of POK. 9 sites are hit is what the report says. They are all precision strikes, very effective strikes ആണ് ഇതുവരെ നമ്മൾ അറിയുന്നത്. മേജർ, ഒരു സംശയം ചോദിച്ചോട്ടെ. അതായത് ഈ നാവികസേന ഇതിനകത്ത് എങ്ങനെ ഭാഗമായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്? കാരണം എല്ലാവരുടെയും സംശയമാണ്, ഈ സംയുക്ത സേനകളുടെ തീരുമാനത്തിൽ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ആണെന്ന് പറയുമ്പോൾ ഈ നേവി എത്തരത്തിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക? അത് അവരുടെ ഒരു ബോർഡിൽ നിന്നുകൊണ്ട് തന്നെ മിസൈലുകൾ തൊടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കുമോ? യെസ്, നേവി കറന്റ്ലി സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവില്ല. നേവി വുഡ് ബി ഇൻ ദി അറേബ്യൻ സീ ഔട്ട്സൈഡ് പാകിസ്ഥാന്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഉണ്ട്, പാകിസ്ഥാന്റെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഉണ്ടാവും. അതിന്റെ ഔട്ട്സൈഡ് ദേ ആർ റെഡി ഫോർ എനി ആക്ഷൻ, ഫോർ എസ്കലേഷൻ. എന്ത് എസ്കലേഷൻ ആയാലും വിൽ ബി ഇൻ എ പൊസിഷൻ ടു ടേക്ക് കെയർ. അപ്പൊ നേവിയുടെ ഒരു ബ്ലോക്കേഡ് മാത്രം അവിടെ നടത്തിയിട്ടുണ്ടാവും, റെഡി ഫോർ എ ബ്ലോക്കേഡ്. മേ നോട്ട് ബി എക്സാക്ട് ബ്ലോക്കേഡ്, വിത്ത് പ്രിപ്പയർഡ് വിത്ത് ഓൾ സോർട്സ് ഓഫ് മിസൈൽസ്. ഇപ്പോൾ നേവിയുടെ ലോങ് റേഞ്ച് മിസൈൽസ് ഉണ്ട് അവർക്ക്, ഫാർ മോർ പവർഫുൾ. ഇൻ കേസ് പാകിസ്ഥാൻ തിരിച്ച് റീറ്റാലിയേറ്റ് ചെയ്യണമെങ്കിൽ, ഇഫ് ദേ യൂസ് ദെയർ മിസൈൽസ് ടു സ്ട്രൈക്ക് ഇന്ത്യൻ മിലിറ്ററി ടാർഗറ്റ്, ഡെഫിനറ്റ്ലി വിൽ റീറ്റാലിയേറ്റ് ബാക്ക്. ആ മെസ്സേജ് കൊടുക്കാനായിട്ടും അതിന് പ്രിപ്പയർഡ്നെസ് ആയിട്ടും നേവീസ് അവിടെ നമ്മൾ നേവിയെ റെഡിയാക്കി വെച്ചേക്കാം. ഇത്തവണ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലയിടത്തു നിന്നും ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ മറുപടി വൈകുന്നത്? ഇത് മുൻപും വല്ലതുമായിരുന്നെങ്കിൽ ഈ സർക്കാർ ഉൾപ്പെടെ രാഷ്ട്രീയമായ ചോദ്യങ്ങളൊക്കെ വരുന്നു. പക്ഷേ അപ്പോഴും സൈലൻസ് ആയിരുന്നു അതിനൊരു മറുപടി. മറിച്ച് നയതന്ത്ര തലത്തിൽ ആദ്യം നമ്മൾ ശ്വാസം മുട്ടിച്ചു. വെള്ളമാണ് ഏറ്റവും ജീവന്റെ നിലനിൽപ്പിന് വേണ്ടത്, വെള്ളമാണ്. ആ വെള്ളത്തിൽ നമ്മൾ തുടങ്ങി. ഇപ്പോൾ ഇതാ ഭീകര കേന്ദ്രങ്ങളിലേക്ക് കൃത്യമായി. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരുപക്ഷെ എല്ലാവരും പറയുന്നത് ബഹാവൽപൂരിലേക്ക് നടത്തിയ ആക്രമണം. നമ്മൾ സാധാരണ പതിവുള്ളതല്ല അത്. 100 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഈ തരത്തിലൊരു ആക്രമണം, ഇത് എത്രത്തോളം പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങിയതാണ്? ഇത് പാകിസ്ഥാന്റെ കംപ്ലീറ്റ് സർപ്രൈസ് ആയി വന്നിട്ടുണ്ട്. ദോ ദേവർ എക്സ്പെക്ടിങ് ഇന്ത്യ റീറ്റാലിയേറ്റ് ചെയ്യുന്ന അവർ എക്സ്പെക്ട് ചെയ്യുന്നു. പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ദി പ്ലേസ്, ടൈം ആൻഡ് ഇന്റൻസിറ്റി ഓഫ് അറ്റാക്ക് വിൽ ബി ഇന്ത്യസ് ചൂസിങ്, വിൽ ബി ടേക്കിംഗ് പാകിസ്ഥാൻ ബൈ സർപ്രൈസ്. അവർ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഇന്ത്യ സ്ട്രൈക്ക് ബാക്ക് ചെയ്യുന്ന. ദേ ഹാവ് ബീൻ അനൗൺസിംഗ്, ദ മിനിസ്റ്റേഴ്സ് ഹാവ് ബീൻ അനൗൺസിംഗ്. പക്ഷേ ഇങ്ങനെ ഒരു എയർ അറ്റാക്ക്, ഓൾമോസ്റ്റ് എൻ എയർ അറ്റാക്ക് വിത്തൗട്ട് ക്രോസിംഗ് LOC, വിൽ യൂസ് എയർ അസെറ്റ്സ് ടു അറ്റാക്ക് പാകിസ്ഥാനി ബേസസ്, അതിന്റെ ദേ ഡിഡ് നോട്ട് ഹാവ് അനുമാനം ഉണ്ടായിരുന്നില്ല. അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഗിവ് എ വെരി സ്ട്രോങ് മെസ്സേജ് ടു പാകിസ്ഥാൻ. അവര് നമ്മളൊരു ഡയലമ ഇട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ ഇതിന് ഡയലമ എന്താണ്? അവർക്ക് തിരിച്ചടിക്കാനായിട്ട് ഒരു ടാർഗറ്റും ഇല്ല. ഇന്ത്യയുടെ ടാർഗറ്റ് എന്താണ്? ഐദർ എ സിവിലിയൻ ടാർഗറ്റ്, ഓർ എ സിവിൽ ഇൻസ്റ്റലേഷൻ, ഓർ എ മിലിറ്ററി ഇൻസ്റ്റലേഷൻ, ഓർ എ മിലിറ്ററി ബേസ്. ഇത് നാലും അല്ലാതെ എവിടേക്ക് അവർ അറ്റാക്ക് ചെയ്യാൻ പറ്റും? സോ ദേ ഹാവ് നോ പ്ലേസ് ടു അറ്റാക്ക്. എനി പ്ലേസ് ദേ അറ്റാക്ക് വിൽ ബി എൻ അറ്റാക്ക് ഓൺ ഇന്ത്യ, ആൻഡ് ഇന്ത്യ വിൽ ഹാവ് ടു റീറ്റാലിയേറ്റ്. അപ്പോ അവർക്ക് അറിയില്ല തിരിച്ചെങ്ങനെ അടിക്കണമെന്ന്. അങ്ങനത്തെ ഒരു അടിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സെയിം തിങ് വി ഡിഡ് ബൈ സ്റ്റോപ്പിംഗ് ഇൻഡസ് വാട്ടർ ട്രീറ്റി ഒരു സസ്പെൻഡ് ചെയ്തത്. അഗെയിൻ അതിന്റെ റെസ്പോൺസേ ഇല്ല അവർക്ക്. ദേ ഡോണ്ട് നോ ഹൗ ടു റെസ്പോണ്ട്. ദ റെസ്പോൺസ് വാസ് വാട്ട്? ഇഫ് യു സ്റ്റോപ്പ് വാട്ടർ ഇറ്റ് വിൽ ബി ആക്ട് ഓഫ് വാർ. ഒരു നീക്കി റെസ്പോൺസ് ആയിട്ട്, ഒരു വിക്ടിമൈസ് റെസ്പോൺസ് ആയിട്ട് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഇതേപോലെ ഈവൻ ഇൻ ദിസ് അറ്റാക്ക് ദേ വിൽ നോട്ട് ഹാവ് എ റെസ്പോൺസ്. ഇഫ് ദേ റെസ്പോണ്ട് ആൻഡ് അറ്റാക്ക് എനി ഇന്ത്യൻ ടാർഗറ്റ്, definitely I think India is prepared. We are already preparing with mock drills. We are നമ്മുടെ സിവിൽ ഡിവിഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോർഡർ ഏരിയാസിൽ നമ്മൾ ബങ്കേഴ്സിനെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അവർ മിലിറ്ററി, ഡിഫൻസീവ് മിലിറ്ററി ഇസ് മൊബിലൈസ്ഡ്. വി ആർ റെഡി ഫോർ എനി റിറ്റാലിയേഷൻ ആക്ഷൻസ് ഫ്രം പാകിസ്ഥാൻ. ബട്ട് പാകിസ്ഥാനെ റിറ്റാലിയേറ്റ് ചെയ്യാനായിട്ട് അവരെ നമ്മൾ ഡയലമയിൽ ഇട്ടിരിക്കുകയാണ്. ദിസ് ഈസ് ദി ആർട്ട് ഓഫ് വാർ, ദിസ് ഈസ് ദി ആർട്ട് ഓഫ് സ്ട്രാറ്റജി, വേർ എനിമിയെ കൺഫ്യൂസ് ചെയ്തിട്ട് അവരെ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല. അങ്ങനെ ഒരു സ്ഥിതി നമ്മൾ വിട്ടിരിക്കുകയാണ്. റൈറ്റ്, അതാണ് ശ്രീ ഇന്ദ്രബാലൻ നമ്പ്യാർ, മേജർ ജനറൽ. അദ്ദേഹം പ്രതികരിച്ചത് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പാകിസ്ഥാൻ കരുതിയതിനും അപ്പുറമുള്ള മറുപടി ഇന്ത്യ നൽകി. അത് ഏത് വിധേനയാണ്? നാവികസേന അത് ഇപ്പോൾ ഒരു ബ്ലോക്കേഡ് തീർത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വിദഗ്ധ അഭിപ്രായം.
രാഹുൽ ഈശ്വർ തുടരുന്നുണ്ടെന്ന് തോന്നുന്നു. രാഹുൽ, ഇപ്പോൾ നമ്മളൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഓപ്പറേഷൻ സിന്ദൂർ. ഇതിലും നല്ലൊരു പേര് അതിന് ഓപ്പറേഷന് ഇടാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല. ആരതി ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ എനിക്ക് ആ സമയത്ത് കണ്ണ് നിറഞ്ഞു വന്നു. അത് ആരതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ ആക്രമണത്തിൽ മുഴുവൻ നമ്മുടെ ഒരു ഹോപ്പായി. എങ്ങനെയാണ് ഒരു സ്ത്രീ ഇതിനോടൊക്കെ പ്രതികരിക്കുക എന്നത്, ഒരു സ്ത്രീയുടെ ശക്തിയെ പറ്റി നമ്മളെപ്പോഴും നാരി ശക്തി എന്ന് ഇന്ത്യ എപ്പോഴും അഭിമാനത്തോടെ പറയാറുണ്ട്. അത് നമ്മൾ കണ്ടതാണ്. സ്വന്തം കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് സ്വന്തം അമ്മയെ സുരക്ഷിതമായി എത്തിക്കുന്നത് വരെ ആ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ വന്നില്ല. പക്ഷെ അത് കഴിഞ്ഞാണ് അവളുടെ അച്ഛൻ വിട്ടുപോകുന്ന വേദന പോലും അവളെ എഫക്ട് ചെയ്തതെന്ന് നമ്മൾ കാണുന്നതാണ്. രാഹുൽ, അത് ഈ രാജ്യത്തെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സംസ്കാരത്തിൽ വലിയൊരു പങ്കുണ്ട് സിന്ദൂരത്തിന്. സിന്ദൂരം മാഞ്ഞ പെൺകുട്ടികളുടെ കണ്ണീരിന്, അമ്മമാരുടെ കണ്ണീരിന് അത് എത്രത്തോളം ഉചിതമായ ഒരു പേരാവുന്നുണ്ട്? പേരിട്ട ആരാണെന്നറിയില്ല, പക്ഷെ ആ പേരിട്ട ആർമിക്കാർ വളരെ, അല്ലെങ്കിൽ ആർമിയുടെ ഭാഗത്തു നിന്നായിരിക്കും അങ്ങനെ ഒരു പേര് വന്നത്, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നായിരിക്കാം, വലിയൊരു സിംബോളിക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഹിമാൻഷിയുടെ സിന്ദൂരം മാച്ചവർക്ക് ഉള്ള അതിശക്തമായ തിരിച്ചടിയാണ്. ആരതിയുടെ അച്ഛനെ കൊന്നവർക്കുള്ള അതിശക്തമായ തിരിച്ചടിയാണ്. ആദിൽ ഇന്ത്യക്ക് വേണ്ടി, അല്ലെങ്കിൽ കൂടുള്ള ഹിന്ദു സഹോദരങ്ങൾക്ക് വേണ്ടി അവിടെ മരിക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത ആദിൽ ഷാ അടക്കമുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന, പാകിസ്ഥാന് കൊടുക്കുന്ന, തീവ്രവാദികൾക്ക് കൊടുക്കുന്ന മറുപടിയാണ് വളരെ സിഗ്നിഫിക്കൻറ്റുമാണ്. അവിടെയാണ് നമ്മുടെ രാജ്യം വലിയൊരു ശതമാനം ഒരുമിച്ച് നിന്നതിനെ എതിർക്കാൻ കഴിയും. അവിടെയാണ് ആരതിയും ഹിമാൻഷിയും ഒക്കെ നമ്മുടെ അഭിമാനമായി മാറിയത്. സാധാരണ സിവിലിയൻസിനെ നമ്മൾ ചേർത്ത് പിടിക്കുകയും പാകിസ്ഥാനി തീവ്രവാദികളെ ആക്രമിക്കുകയും ചെയ്യുന്ന, പാകിസ്ഥാൻ സ്പോൺസേർഡ് ടെററിസ്റ്റെ ആക്രമിക്കുന്നത് ഇന്ത്യ വലിയ മാതൃകയാണ് യഥാർത്ഥത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പം ബലൂചിസ്ഥാന്റെ ഏതെങ്കിലും രീതിയിൽ ഒരു ഇന്റർവെൻഷൻ ഒരുപാട് കാലമായി ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്നതാണ്. ബലൂച്ച് ലിബറേഷൻ ഫ്രണ്ട് അടക്കം ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാര്യം ബംഗ്ലാദേശിന്റെ യുദ്ധകാലഘട്ടത്തിലെ പോലുള്ള ബലൂചിസ്ഥാൻ അപ്പുറത്തെ സൈഡിലാണ്, ഇറാന്റെ സൈഡിലേക്കാണ്. പാകിസ്ഥാനിലെ പല സ്ഥലങ്ങളിലും ഇന്റേണൽ ഇന്റർവെൻഷൻ ഉണ്ടാക്കാം. പക്ഷേ അതിനൊന്നും മുതിരാതെ തീവ്രവാദ കേന്ദ്രങ്ങളെ തെരഞ്ഞുപിടിച്ചു. 9ഓളം കേന്ദ്രങ്ങളെ ആക്രമിച്ചു എന്നൊക്കെയാണ് ചില ദേശീയ മാധ്യമങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയും വ്യത്യസ്ത സ്ഥലങ്ങളിൽ കോർഡിനേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് ഒട്ടും ചെറിയ കാര്യമല്ല. അത് ഒരുപാട് ഇന്റലിജൻസിന്റെ ആവശ്യമുണ്ട്, ഒരുപാട് കോർഡിനേഷന്റെയും പ്ലാനിങ്ങിന്റെയും ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുകയും അതിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കൊടുക്കുകയും, ആ സിന്ദൂർ അതിന്റെ ഒരുപക്ഷെ നിങ്ങൾ പലരും ആർമിയുടെ പേജിൽ നിന്ന് ട്വീറ്റ് ചെയ്യപ്പെട്ട ആ ഫോട്ടോ കണ്ടു കാണാം. ആ ഓപ്പറേഷൻ സിന്ദൂർ മനോഹരമായി സിംബോളിക്കായി അവർ പറയുകയും ചെയ്തത് ഇന്ത്യൻ ആർമിയുടെ നന്മയാണ്. അവിടെയാണ് നമ്മുടെ ഇന്ത്യൻ ആർമി ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് ആണ്. നമ്മൾ ഒഫൻസിന് വേണ്ടിയല്ല, ഡിഫൻസിന് വേണ്ടിയാണ് നമ്മുടെ ആർമി എന്ന് പലപ്പോഴും പറയാറ്. അതുകൊണ്ട് വേറൊരു രാജ്യത്തെ ആക്രമിക്കുകയും അവരെ ഇല്ലാതാക്കുകയും ചെയ്യുകയല്ല. നമ്മൾ ബംഗ്ലാദേശിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് റീസൺ എന്താണ്? കാര്യം ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ ആർമി അത്രമാത്രം അട്രോസിറ്റി നടത്തി. 1 കോടി ആൾക്കാരോളം ഇന്ത്യയിലേക്ക്, നമ്മുടെ ബോർഡേഴ്സിലേക്ക് വന്നു. അപ്പോൾ അവിടെ ബംഗ്ലാദേശിലെ സാധാരണക്കാരെ കൂടെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ അന്ന് അവിടെ ഒരു മിലിറ്ററി ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നത്. ഇത് നമ്മുടെ മാത്രം റീഡിംഗ് അല്ല, ലോകത്തിലെ പല ആൾക്കാരുടെയും പല രാജ്യങ്ങളുടെയും റീഡിംഗ് ആണ്. അതുകൊണ്ട് പാകിസ്ഥാന് കിട്ടിയ വലിയൊരു തിരിച്ചടിയാണ്. ഈ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അവർ ഈ ടെററിനെ പ്രൊമോട്ട് ചെയ്യുന്ന, ISIയുടെ റോഗ് എലിമെന്റ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കൾച്ചറിലേക്ക് പോകാതിരിക്കട്ടെ. വീണ്ടും സമാധാനം ഉണ്ടാകട്ടെ. പാകിസ്ഥാൻ ഇതിൽ നിന്ന് പാഠം പഠിക്കുകയും ടെറർ ഫണ്ടിങ് അടക്കമുള്ള കാര്യങ്ങൾ നിർത്തുകയും ചെയ്യട്ടെ എന്നാണ് പ്രാർത്ഥന. ഓക്കെ, ശ്രീ ജോസഫ് ആന്റണിയിലേക്ക് പോവാം. ശ്രീ ജോസഫ് ആന്റണി, നമ്മൾ ഇത്രയും നേരം പറഞ്ഞതുപോലെ തന്നെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഈ 15 ദിവസം എന്ന് പറയുന്നത് ഒരു ഇത്തരത്തിൽ രാജ്യാന്തര തലത്തിൽ വലിയ ചർച്ചയായ, വലിയ തോതിൽ നയതന്ത്ര നീക്കങ്ങൾ നടക്കുന്ന ഒരു സംഭവത്തിന് മറുപടി നൽകുന്നതിൽ ഒരു ഷോർട്ട് ടൈമാണ്, വളരെ ചെറിയൊരു പീരീഡാണ് 15 ദിവസം എന്ന് പറയുമ്പോൾ. ആ മറുപടി ഇന്ത്യ നൽകിയത് വളരെ സുവ്യക്തമായിട്ടാണ്, അത് ഭീകര കേന്ദ്രങ്ങളെ തകർത്തുകൊണ്ട്. ഇനി ഒരു തരത്തിലും ഒരു ശത്രു രാജ്യം പ്രതീക്ഷിക്കാത്ത ഒരു ആക്രമണമല്ലേ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ആസൂത്രണം ചെയ്തത്? അതായത് ഒരു 3 ഡയമെൻഷനിലായിട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ സംയുക്ത സേനയുടെ ആക്രമണം. അത് ഏത് രാജ്യം, ഏത് ശത്രു രാജ്യം, അത് ഭീകരവാദികളായിക്കോട്ടെ, അവർ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തുമുള്ള ഒരു തിരിച്ചടിയല്ലേ ഇന്ത്യ നൽകിയത്? അല്ല, തീർച്ചയായിട്ടും. കാരണം നമ്മള് ഈ നേരത്തെ ഉള്ള ആക്രമണങ്ങൾ, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2016 2019 അല്ലെങ്കിൽ 1948, 65, 1971 ഈ വർഷങ്ങളിലൊക്കെ നമ്മളെ ആക്രമിച്ചപ്പോ നമ്മള് പിന്നെ ഒരിക്കലും ചെയ്യാത്ത നടപടികളാണ് ഇപ്പൊ ചെയ്തത്. കാരണം നമുക്കിനി ഈ തിരിച്ചടിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഈ പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മൾ ഈ 65-ലും 71-ലും ഒക്കെ യുദ്ധം നടന്നു, 99-ല് കാർഗിൽ യുദ്ധം നടന്നു. ഇപ്പോഴൊപ്പം പോലും നമ്മൾ ഈ സിന്ധു നദീജല കരാറ് തൊട്ടില്ല. ആ സിന്ധു നദീജല കരാർ തൊടാതിരുന്നത്
ഇതിനെതിരായിട്ട് വലിയ വിമർശനം ഉണ്ടായിരുന്നപ്പോൾ പോലും ഈ ജലം ഒരു ആയുധമായി ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറല്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം നമ്മൾ വളരെ ഉദാരമായി, അതിനെതിരെ തന്നെ വിമർശനമുണ്ട്, വളരെ ഉദാരമായി നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിലെ ജനങ്ങൾ പിന്നെ ജീവിക്കട്ടെ, അവരുടെ കൃഷി നന്നാവട്ടെ. കാരണം ഒരു വീക്ക് രാഷ്ട്രം നമ്മുടെ അയൽപക്കത്ത് ഉണ്ടാകുന്ന എപ്പോഴും നമുക്ക് വലിയ ത്രെട്ടാണ് എന്ന തിരിച്ചറിവ് കൊണ്ട് കൂടിയിട്ടായിരിക്കാം അങ്ങനെ ഒരു ഉദാരമായ സമീപനം സ്വീകരിച്ചത്. അപ്പൊ പോലും നമ്മൾ ഈ ജലത്തെ ആയുധവൽക്കരിക്കാൻ തയ്യാറായില്ല. പക്ഷെ നമ്മളിപ്പോ എന്തുകൊണ്ട് ആയുധവൽക്കരിക്കാൻ തയ്യാറായി? വളരെ മനുഷ്യന് ചിന്തിക്കാനാവുന്നതിന്റെ അപ്പുറത്തെ കടന്നു കയറി നമ്മുടെ 26 സഹോദരങ്ങളെ പിന്നെന്താണ് കൊന്നതിന്റെ ഒരു ഞെട്ടൽ, അതിന് ശക്തമായ തിരിച്ചടി നൽകണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ നദീജല കരാർ മരവിപ്പിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയത്. നമ്മുടെ ആൾക്കാർ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇന്ത്യ തിരിച്ചടിക്കാത്തത്. പക്ഷെ നമ്മൾ ഈ നദീജല കരാറിന്റെ മരവിപ്പിക്കൽ വലിയൊരു തിരിച്ചടിയാണ്. അതായത് നമ്മളിപ്പോ ഭീകരന്മാർക്ക് കൊടുത്തതുപോലെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ മുഴുവൻ പിന്നെ പ്രതിസന്ധിയിലാക്കുന്ന, ദുർബലമാക്കുന്ന ഒരു നടപടിയാണ് നമ്മൾ നദീജല കരാർ മരവിപ്പിച്ചതിലൂടെ ചെയ്തത്. കാരണം അവിടെ ഇപ്പൊ നമുക്ക് 2-3 ഗുണങ്ങളുണ്ട്. ഒന്ന്, പാകിസ്ഥാന്റെ പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകൾ നമ്മൾ കൃത്യമായി ഇത് നിർത്തിക്കഴിഞ്ഞാൽ മരുഭൂമിയായി മാറും. അതോടുകൂടി ഈ 2 പ്രവിശ്യകളിൽ നിന്നും വളരെ വലിയ ജനകീയ പ്രക്ഷോഭം ഉണ്ടാകും. കാരണം ഈ അസിം മുനീർ എന്ന് പറയുന്ന സേനാധിപന്റെ ആത്മഹത്യാപരമായ നടപടിയുടെ ഫലമാണ് പാകിസ്ഥാനിലെ മുഴുവൻ ജനങ്ങളും അനുഭവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിലേക്ക് അവർ വരും. അപ്പൊ അതാണ് നമ്മൾ കൊടുക്കുന്ന പാഠം. എന്ന് മാത്രമല്ല, നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുമെന്നൊന്നും കരുതണ്ട, നമ്മൾ നിർത്തില്ല. എന്ന് മാത്രമല്ല, നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം ADBയുടെ ലോണിന് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് നടന്നു. അവിടെ നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു ഇവരൊരു ഭീകര രാഷ്ട്രമാണ്, ഈ ഭീകര രാഷ്ട്രത്തിന് അവരെ സാമ്പത്തിക സഹായം ചെയ്യാൻ ADB തയ്യാറാവരുത് എന്ന് നമ്മൾ പറഞ്ഞു. IMFന്റെ ഫണ്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫണ്ട് ഇനി കൊടുക്കാൻ പാടില്ല. FATF എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനകത്ത് ഇവരെ ഉൾപ്പെടുത്തി, ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി, ഇവരെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ട് ഇവരെ സാമ്പത്തിക സഹായം ചെയ്യാൻ പാടില്ല. കാരണം ലോകത്തിന്റെ, അതായത് ഈ സാംസ്കാരിക ലോകം, പരിഷ്കൃത ലോകത്തിന്റെ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് അപരിഷ്കൃതമായ നടപടിയിലേക്ക് പോകുന്ന രാഷ്ട്രമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രത്തെ ശിക്ഷിക്കാതെ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്താതെ, അന്തർദേശീയ തലത്തിൽ ഒറ്റപ്പെടുത്താതെ നിന്നാൽ തീർച്ചയായിട്ടും ഇത് ഈ തരത്തിലുള്ള, അതായത് പാകിസ്ഥാനിന് മാത്രമല്ല, അല്ലെങ്കിൽ കാശ്മീരിന് മാത്രമല്ല, അയൽ രാജ്യങ്ങൾക്ക് മാത്രമല്ല, ലോക രാഷ്ട്രങ്ങൾക്ക് തന്നെ അപകടകാരികളായി മാറും ഈ രാജ്യം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ നടപടി തുടർന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ അന്തർദേശീയ തലത്തിൽ വീണ്ടും നമ്മൾ നടത്തിയ വളരെ നിരന്തരമായ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ FATF എന്ന് പറയുന്ന ഈ ധനകാര്യ ഏജൻസിയുടെ കരിമ്പട്ടികയിൽ പാകിസ്ഥാൻ വന്നത്. 2022 അവരത് പുറത്തു കടന്നത്. 2022 വരെ അവർ കുറച്ച് മര്യാദയ്ക്ക് നിന്നത് തന്നെ ഈ IMFന്റെ ലോൺ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് മൂവ് ആയിരുന്നു. അത് കടന്നതോടുകൂടിയിട്ട് അവർ വീണ്ടും അവരുടെ ഭീകര പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാ കാലത്തും മുറിവേൽക്കപ്പെടാനും രക്തം ചൊരിയപ്പെടാനും നമ്മുടെ അമ്മമാരുടെ, സഹോദരിമാരുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചു കളയാനും നമുക്ക് അനുവദിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ആക്രമണത്തിലൂടെ വാസ്തവത്തിൽ ഇന്ത്യൻ ഭരണകൂടം ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രത്തിൽ പാകിസ്ഥാനെതിരായിട്ടുള്ള ഒരു വിജയ സിന്ദൂര തിലകം ചാർത്തണം എന്നുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ തുടങ്ങുന്നതെന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും. ഇനി ഒരുപാട് പേർ നമ്മുടെ യൂട്യൂബ് ചാനലിലും അല്ലാതെയും ഒക്കെ പ്രതികരിക്കുന്നുണ്ട്. ഈ രാവിലെ വരുമ്പോൾ തന്നെ ഇങ്ങനൊരു വാർത്തയുമായിട്ടാണ് നമ്മളൊക്കെ ഇന്നത്തെ ദിവസം പുലർന്നത്. ഒരുപക്ഷെ ഇന്നലെ എൽദോയൊക്കെ സംബന്ധിച്ച് രാത്രി അവസാനിച്ചിട്ടില്ല അല്ലെ? അപ്പോ ആളുകളുടെ പ്രതികരണങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. കാശ്മീരിൽ തൊട്ട് ഇവിടെ തിരുവനന്തപുരത്ത്